ഇതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളികൾ, തീർച്ചയാണല്ലോ, ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിട്ടെന്ന് തോന്നി. അടുത്ത വർഷം ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇവരിപ്പം ജാതി എല്ലാം വേർതിരിച്ച് പറയുന്നത് ഞങ്ങൾ ഈ താഴ്ന്ന ജാതിക്കാരോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അഭിനയം കാഴ്ചവെച്ചുള്ള കുഞ്ഞു കുട്ടികളായിരിക്കില്ല അതുല്യ അഭിനയിച്ചത്. പ്രകാശ് രാജിന്റെ കണ്ണില്ലേ അതൊരു 18 വയസ്സ് കഴിഞ്ഞ ടീനേജുകാരായിരിക്കും. വിദ്യാഭ്യാസ മന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ ഒരു മാതൃക നമ്മുടെ സ്കൂളിലും കൊണ്ടുവരണം. അതെ, അതൊരു പുതിയ ഒരു ചർച്ചാ വിഷയമായ ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു ജൂറി ചെയർമാൻ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം അന്വേഷണം നടത്തിയിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ചേച്ചി നമസ്കാരം. ഓ നമസ്കാരം ചേച്ചി. അങ്ങനെ നമ്മുടെ കാത്തിരുന്ന 2024 നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്കും എല്ലാ അവാർഡും കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനും ഒന്നിരുന്ന് ചിന്തിച്ചു, ഇവർക്കാണോ ഈ അവാർഡ് കിട്ടേണ്ടിയിരുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് എനിക്കും തോന്നിയത് ചേച്ചി. അതിലെ ഏറ്റവും എനിക്ക് എതിർപ്പ് തോന്നിയ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പബ്ലിക് ഒപ്പീനിയനും എടുത്തിരുന്നതാണ്. മികച്ച ഗാനരചനയ്ക്ക് കൊടുത്തിരിക്കുന്ന അവാർഡ് വേടനാണ് കൊടുത്തിരിക്കുന്നത്. വേടൻ നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു ഗാനരചയിതാവ് തന്നെയാണ്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതെ, ആ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇവന് എഴുതുന്ന ഇപ്പൊ വേടൻ എഴുതിയ പാട്ടുകൾ മോശമാണെന്നോ, വേടനെ കുറിച്ച് മോശമാണെന്നോ ഒന്നുമില്ല. പക്ഷേ വേടനെക്കാളും ബെറ്റർ ആയിട്ടുള്ളവരുണ്ട്. ബെറ്ററുള്ള ഗാനരചയിതാവ് അല്ലെങ്കിൽ ഗാനങ്ങൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയില്ലേ എന്നൊരു ചോദ്യമാണ്. നല്ല നല്ല സംഗീതങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്, നല്ല ഗാനരചയിതാക്കൾ വേറെയും ഉണ്ട്. അല്ല, വേടൻ മോശമെന്നല്ല പറഞ്ഞു, പക്ഷെ വേടനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളവരുണ്ട്, ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറൊരു രീതിയിൽ എനിക്ക് ചിന്തിച്ചപ്പോ എനിക്ക് വേറൊരു ഡൗട്ട് തോന്നിയത്, ഇതിന്റെ പിന്നിൽ എന്തോ രാഷ്ട്രീയ കളികൾ, തീർച്ചയാണല്ലോ, ഉന്നത ബന്ധങ്ങൾ ഉണ്ടായിട്ടെന്ന് തോന്നി. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ദിലീപിന് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനായി പരിഗണിച്ചിരുന്ന ഒരു സമയത്ത് പുള്ളിക്കാരൻ നടിയെ ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായതിനാൽ പുള്ളിക്കാരനെ അവാർഡിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. കാരണം അങ്ങനെ ഒരു ആരോപണ വിധേയനായ വ്യക്തിക്ക് അതൊരു ശരിയായ കാര്യമല്ല. അതെ, കാരണം ആ ഒരു സംഭവം കഴിവിനാണ് അംഗീകരിക്കേണ്ടത്. അവിടെ മാറ്റി നിർത്തി. നമുക്ക് അതിനുശേഷം അറിയാം, അതിനും ശേഷം ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഹോം. അടിപൊളി സിനിമയായിരുന്നു, എല്ലാവരും ഏറ്റെടുത്ത ഒരു സിനിമയായിരുന്നു. അതില് ഇന്ദ്രൻ സേട്ടനെ വരെ അവാർഡിനായി പരിഗണിച്ചിരുന്നതാണ്. പക്ഷെ അതിലെ നിർമ്മാതാവ് വിജയ് ബാബുവിനെതിരെ പീഡനാരോപണം നേരിട്ട സമയത്ത് അതുകൊണ്ടും ആ സിനിമയെ അങ്ങ് മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഈ മറ്റുള്ള, അതായത് അവരുടെ രണ്ടാമത്തെ സ്ഥാനമാണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇത് പ്രേക്ഷകർ അംഗീകരിച്ച കാര്യങ്ങൾക്ക് അവരെ മാറ്റിവെക്കുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. ആ ഒരു കഴിവിനാണല്ലോ അംഗീകാരം കൊടുക്കുന്നത്. അപ്പം ആ ഒരു മാനദണ്ഡം എനിക്കതില്, ഇതിപ്പോ അവർക്ക് കൊടുക്കാത്തതിൽ വിഷമമുണ്ട് ചേച്ചി. അതൊന്നും മാത്രമല്ല, സെയിം ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്നത്. വേടൻ അവാർഡുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ഒരു രീതി ശരിയല്ലല്ലോ ചേച്ചി. രണ്ടുപേരെ മാറ്റി നിർത്തുക, മറ്റൊരാൾക്ക് അവാർഡ്, സെയിം ഒരു കേസുള്ള ഒരാൾക്ക് അവാർഡ് കൊടുക്കാന്ന് പറയുമ്പോ പീഡന കേസ്. അതെ, അതും പീഡന കേസ്. ആരോപണ വിധേയനായിട്ട് കേസ് തെളിഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ പോലും ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവരും ആരോപണ വിധേയനായിരുന്നല്ലോ, കേസ് തെളിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ അവര് കാണിക്കുന്ന ഒരു വേർതിരിവെന്ന് പറയുന്നത് രാഷ്ട്രീയം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെ ചേച്ചി, ഞങ്ങൾ ഇന്നലെ പബ്ലിക് ഒപ്പീനിയൻ എടുത്ത സമയത്തും പലരും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും വേടന്റെ പാട്ടുകൾ ഇഷ്ടമാണ്, നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു ലിറിസിസ്റ്റ് ആണ്, അതിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോ മറ്റുള്ളവർക്ക് ഈ സെയിം ആരോപണം നേരിട്ട വ്യക്തി ഈ സമയത്ത് തന്നെ എന്തിനാ കൊടുത്തത്? അതല്ലേ നമ്മൾ ഒന്നും കൂടെ ചോദിക്കേണ്ടത്. ഈ കേസ് കോടതിയിൽ ഇരിക്കുന്ന ഈ സമയത്ത് വേടൻ ഒരു അവാർഡ് കൊടുക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. വേറൊന്നുമല്ല ചേച്ചി, എനിക്ക് എന്റെ ഉള്ളിൽ തോന്നിയത്, ഇനിയിപ്പം അടുത്ത വർഷം ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ഇവരിപ്പം ജാതി എല്ലാം വേർതിരിച്ച് പറയുന്നത് ജാതി വോട്ടുകൾക്ക് വേണ്ടി ഞങ്ങൾ ഈ താഴ്ന്ന ജാതിക്കാരോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ജൂറിയൊക്കെ തീരുമാനിച്ചത്. ജൂറി അംഗം ആരാണ്?
നമ്മുടെ പ്രകാശ് രാജ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ നമ്മളതില് അദ്ദേഹം ആരുടെ ആളാണെന്നും ആരാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാന്നുള്ളത് തന്നെയാണ്. വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് പറയാം. കാരണം പ്രകാശ് രാജിനെ എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരൻ BJPക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. CPM-ന് സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് എയറിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിന്റെ പേരില്. അപ്പം അതിന്റെ പിന്നില് പുള്ളിക്കാരൻ എന്തായിരിക്കും ചേച്ചി പറയും പോലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത്. ഇതിലിപ്പോ 10 പേർക്ക് അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിക്കോ, അതിൽ എടുത്ത് നോക്കിക്കോ, 10 പേരിൽ 9 പേരും ഇടതുപക്ഷക്കാരാണ് അല്ലെങ്കിൽ CPM. അത് മാത്രമല്ല ചേച്ചി, എനിക്ക് വേറൊരു വിഷമം തോന്നിയത്, അത് ഒരുപാട് താരങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്, ഇത്തവണ ഒരു മികച്ച ബാലതാരമില്ല. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയോ? ഞാൻ ചോദിച്ചത് ഞാനല്ല. അതെ, പ്രകാശ് രാജാണ്. അത്രയ്ക്ക് മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബാല സിനിമയും താരങ്ങൾ അഭിനയിച്ച സിനിമയൊന്നും കണ്ടിട്ടില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അവിടെ പ്രകാശ് രാജ് എന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി. ബാലതാരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. നല്ല അഭിനയം കാഴ്ചവെച്ചുള്ള കുഞ്ഞു കുട്ടികൾ ആ ചിത്രത്തിലായിരിക്കില്ല തുല്യ അഭിനയിച്ചത്. പ്രകാശ് രാജിന്റെ കണ്ണില്ലേ അതൊരു 18 വയസ്സ് കഴിഞ്ഞ ടീനേജുകാരായിരിക്കും. അതെ, പുള്ളിക്കാരൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മയിൽ വന്നതെന്നറിയാമോ, ആ സിനിമയില് വിദ്യാർത്ഥികളെ എല്ലാവരെയും ഷേപ്പിൽ ഇരുത്തിയിട്ടാണ് ബെഞ്ച് ഇട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അന്നത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു ആ ഒരു മാതൃക നമ്മുടെ സ്കൂളിലും കൊണ്ടുവരണം. പുതിയൊരു ചർച്ചാ വിഷയമായ ഒരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ഒരു ജൂറി ചെയർമാൻ ചോദിക്കുമ്പോ തീർച്ചയായിട്ടും എത്രത്തോളം അന്വേഷണം നടത്തിയിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതെന്ന്, അവർ എത്രത്തോളം സിനിമ കണ്ടിട്ടാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. സിനിമയാണെന്ന് കാണുന്നില്ല, ഇന്ന ആൾക്കാർക്ക് കൊടുക്കണം, ഓക്കെ അവർക്ക് തന്നെ കൊടുത്തിരിക്കുന്നു, പാർട്ടിയുടെ വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പറയുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ സിനിമാ താരമായ ആനന്ദ് മന്മഥനും. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ബാലതാരമായുള്ള ദേവനന്ദയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. കുഞ്ഞുകുട്ടിയാണെങ്കിൽ പോലും ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും നല്ലൊരു പക്വതയുള്ള ഒരു കാര്യമാണ് കുട്ടി ചോദിക്കുന്നത്. അവൾക്ക് അങ്ങനെ കിട്ടാത്തതിലുള്ള ഒരു വിഷമത്തിൽ കുട്ടി പറയുന്നത്, ഇപ്പൊ ഒരു 2 പേർക്ക് നിങ്ങളൊരു അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഇപ്പം അവൾക്കും വേണമെങ്കിൽ എന്തായിരുന്നു ചേച്ചി അവാർഡിനായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ആക്ടിംഗ് ഉള്ള ഒരു ആക്ട്രസ് തന്നെയാണ്, ഒരു ബാലതാരം തന്നെയാണ്. എന്നിരുന്നാൽ പോലും അവൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവിടെ സംസാരിക്കും, അവൾക്ക് വേണ്ടിയല്ല. അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ബാലതാരമായിക്കൊട്ടെ കൊള്ളട്ടെ, നമ്മുടെ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടീനെ. കാരണം നമ്മുടെ അയ്യപ്പനിലൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതെ, നന്നായിട്ട് കുട്ടികള് ഞാൻ പറഞ്ഞ പോലെ ചേച്ചി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അഭിമാനമാണ്. തീർച്ചയായിട്ടും നാളെ ഇവരാണ് വലിയ താരങ്ങളായിട്ട് മാറാൻ പോകുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാണുമ്പോ തന്നെ അറിയാലോ അവള് ഭയങ്കരമായിട്ട് പക്വതയുള്ള നല്ലൊരു കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അവളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമുക്ക് പെറുക്കി വെക്കാൻ പറ്റുന്നത് തന്നെയാണ് അവള്. എന്തായാലും ഇവിടെ ഒരുപാട് വിമർശനങ്ങൾക്ക് എന്തായാലും ഇത്തവണത്തെ അവാർഡ് വിധേയമായിട്ടുണ്ട്. ഇനി അതായിട്ട് കുറയ്ക്കേണ്ടെന്നാണ് വിമർശനത്തിന്. എന്തായാലും വിമർശനമായി സർക്കാർ ചെയ്യുന്ന എന്ത് സംഭവം എന്നാലും സർക്കാരോട്ട് കൂട്ടി വായിച്ച് പറയുന്നതല്ല, സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരിപ്പോ ഇന്നതിനാണെന്ന് പറഞ്ഞാലും അത് ലാസ്റ്റ് വിവാദത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡും അതും വിവാദങ്ങൾക്ക് എന്തായാലും തിരി തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും സർക്കാരിനോടും ജൂറി അംഗങ്ങളോടും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന സിനിമകൾ കണ്ടതിന് ശേഷം അവാർഡുകൾ കണ്ടതിന് ശേഷം മികച്ച കഴിവിന് അവാർഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ നമ്മൾ എന്തായാലും ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു സമ്മാനം നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ കഴിവിനെ അംഗീകരിക്കുക, നല്ല രീതിയിൽ വരാനുള്ള മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക, നിങ്ങൾ ഒരു രാഷ്ട്രീയ അജണ്ടയും അതിനകത്ത് കൂട്ടിക്കലർത്താതിരുന്ന ഒരു ഭാഗമായിരുന്നത് അതിലും ഇപ്പൊ രാഷ്ട്രീയമായി ആയിട്ടുണ്ട്. എന്തായാലും ഇനിയെങ്കിലും അടുത്തൊരു വർഷം ഒരു
ഇതുപോലെ ഒരു ചലച്ചിത്ര അവാർഡ് വരുമ്പോ ഇനിയെങ്കിലും ഇനി വരുമ്പോ എന്റെ ഒരു അഭിപ്രായത്തില് ഉണ്ടാകാതിരിക്കട്ടെ. രാഷ്ട്രീയത്തിൽ അല്ലാത്ത ഒരാളിനെ കൊണ്ടുവരിക ജൂറി അംഗമായിട്ടൊക്കെ അല്ലെ, എങ്കിൽ അല്ല, ചിലപ്പോ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പം പ്രകാശ് രാജിനെ കുറ്റം പറയുന്നതല്ല, എത്രയോ നല്ല ജൂറി അംഗങ്ങൾ നമ്മുടെ തെരഞ്ഞെടുക്കാറുണ്ട്. അത് ഇതുവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് മുന്നേ കാലങ്ങളിലൊക്കെ. നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തായാലും പ്രകാശ് രാജിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിസ്സംശയം നമ്മൾ അവാർഡും കൂടെ വന്നപ്പോ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. സർക്കാരിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ശ്രദ്ധ കൂടെ കഴിവിട്ട മികച്ച കലാകാരന്മാർക്ക് അവർക്ക് അർഹിക്കുന്ന അവാർഡുകൾ കൊടുക്കുക. അല്ലാതെ പിടിച്ചു വെച്ചിട്ട് വേറെ ഒരു കഴിവില്ലാത്തവർക്കൊന്നും ഒരു കഴിവില്ലാത്തതെന്നല്ല, രണ്ടാം തട്ടുകാരൊക്കെ കൊടുക്കാതെ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവർക്കൊക്കെ നമ്മൾ കണ്ടെത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഇതുപോലെ നല്ലൊരു വിഷയം വരുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ചർച്ച. തീർച്ചയായിട്ടും.